ഇന്ത്യ ചൈന അതിർത്തി തർക്കത്തിൽ രാഷ്ട്രീയ പരിഹാരത്തിനായുള്ള നീക്കങ്ങൾ ശക്തമാക്കി ഇന്ത്യ. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനയിലെത്തുന്നു. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി നടക്കുന്ന 25ാമത് പ്രത്യേക പ്രതിനിധിതല ചർച്ചയിൽ ഡോവൽ പങ്കെടുക്കും. യഥാർത്ഥ നിയന്ത്രണ രേഖയായ LCയിൽ ദീർഘകാല അതിർത്തി തർക്കങ്ങൾക്ക് രാഷ്ട്രീയവും നയതന്ത്രപരവുമായ പരിഹാരം കണ്ടെത്തുക എന്നതാണ് ചർച്ചയുടെ പ്രധാന ലക്ഷ്യം. 2003 ആരംഭിച്ച പ്രത്യേക പ്രതിനിധി ചർച്ചകളുടെ ഭാഗമായാണ് ഇത്തവണത്തെ കൂടിക്കാഴ്ച. 3488 കിലോമീറ്ററോളം നീളുന്ന ഇന്ത്യ ചൈന അതിർത്തിയിലെ തർക്കങ്ങൾക്ക് സ്ഥിരമായ പരിഹാരം കണ്ടെത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നയതന്ത്ര സംവിധാനങ്ങളിൽ ഒന്നായാണ് ഈ ചർച്ചയെ കണക്കാക്കുന്നത്. അതിർത്തിയിൽ സമാധാനവും ശാന്തതയും ഉറപ്പാക്കാതെ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലേക്ക് പൂർണ്ണമായും തന്നെ കൊണ്ടുവരാൻ കഴിയില്ല എന്നതാണ് ഇന്ത്യയുടെ നിലപാട് എന്നതാണ് ഡോവലിന്റെ ഈ ഒരു സന്ദർശനത്തിലൂടെ തന്നെ വ്യക്തമാക്കുന്നത്. ഇവിടെയാണ് ഈ സന്ദർശനത്തിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രാധാന്യം നിലകൊള്ളുന്നതും. ഡോവൽ ഈ ചർച്ച വെറും അതിർത്തി പ്രശ്നം ചർച്ച ചെയ്യാനുള്ള ഒരു യോഗം മാത്രമല്ല, ഇന്ത്യ ചൈന ബന്ധത്തിന്റെ അടുത്ത ഘട്ടത്തിനുള്ള അത്തരത്തിൽ അടിത്തറ ഉണ്ടാകുമോ എന്നതാണ് പ്രധാന ചോദ്യമായി വരുന്നത്. പ്രത്യേകിച്ച് സെപ്റ്റംബറിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന ഉച്ചകോടിയിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് പങ്കെടുക്കുമെന്ന പ്രതീക്ഷ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഡോവൽ ഇപ്പോൾ ഇവിടേക്ക് എത്തുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഷീ ജിൻപിങ്ങും തമ്മിലുള്ള നിർണായക ഉഭയകക്ഷി കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായുള്ള ഗ്രൗണ്ട് വർക്ക് ഒരു ചർച്ചയായി തന്നെ ഇത് മാറും. അതിർത്തി സംഘർഷം കുറയ്ക്കുക, സൈനിക തലത്തിൽ വിശ്വാസം വർദ്ധിപ്പിക്കുക, അതുമാത്രമല്ല LSലെ തർക്ക മേഖലകളിൽ സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമാക്കുക തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ചകൾ നിർണായകമാകും. അരുണാചൽ പ്രദേശിലെ ഇന്ത്യൻ പ്രദേശങ്ങൾക്ക് ചൈന ഏകപക്ഷീയമായി തന്നെ പേരുകൾ നൽകുന്ന നടപടിയോടുള്ള ഇന്ത്യയുടെ ശക്തമായ എതിർപ്പും ചർച്ചയിൽ ഉയർന്നേക്കും. അതിർത്തിയിലെ സമീപകാല സൈനിക നീക്കങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സുരക്ഷാ ആശങ്കകളും നിർണായക വിഷയങ്ങളാകും. അതേസമയം ഇന്ത്യ ചൈന ബന്ധത്തിൽ സാമ്പത്തികവും നയതന്ത്രപരവുമായ താൽപര്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതിർത്തിയിൽ സമാധാനം ഉറപ്പാക്കാൻ കഴിഞ്ഞാൽ മറ്റു മേഖലയിലെ ബന്ധം മെച്ചപ്പെടുത്താനുള്ള സാധ്യതയും ഇവിടെ കൂടുതൽ വർദ്ധിക്കും. ഒരു വശത്ത് അതിർത്തിയിൽ സൈനിക ജാഗ്രത, മറുവശത്ത് ബീജിംഗ് ഉന്നതതല നയതന്ത്ര ചർച്ചകൾ, അതിനിടയിൽ മോദി ഷീ കൂടിക്കാഴ്ചകൾക്കുള്ള സാധ്യതയും ഇവിടെ വർദ്ധിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ അജിത് ഡോവലിന്റെ ചൈന സന്ദർശനം ഇന്ത്യ ചൈന ബന്ധത്തിലെ നിർണായക വഴിത്തിരിവാകുമോ എന്നതാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത്. 2020 ഗാൽവാൻ അതിർത്തി സംഘർഷത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന കടുത്ത നയതന്ത്ര തണുപ്പൻ മനോഭാവത്തിന് അയവ് വരുത്താൻ ഇത്തരം ഉന്നതതല ചർച്ചകൾ സഹായിച്ചിട്ടുണ്ട്. സൈനിക നയതന്ത്ര തലത്തിലെ നിരന്തര ഇടപെടലുകളിലൂടെ തന്നെ കിഴക്കൻ ലഡാക്കിലെ പിൻവാങ്ങൽ പ്രക്രിയകൾ പൂർത്തിയാക്കിയെങ്കിൽ പോലും അതിർത്തിയിലെ പരമ്പരാഗത പെട്രോളിംഗ് അവകാശങ്ങളും സൈനിക സാന്നിധ്യവും പൂർണ്ണമായും തന്നെ പുനഃസ്ഥാപിക്കുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് അത്യാവശ്യമാണ്. ഈ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം സാധാരണ നിലയിലേക്ക് എത്തുന്നതിലും ദീർഘകാല സമാധാനം ഉറപ്പാക്കുന്നതിലും പുതിയ നിർദ്ദേശങ്ങൾ ബീജിംഗ് ചർച്ചയിൽ ഉയർന്നു വരും എന്നതാണ് ഇവിടെ വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.